നമുക്കൊന്ന് മസ്കാബൺ ട്രൈ ചെയ്താലോ? ഇത് ബണ്ണെടുത്ത് വെച്ചിട്ടുണ്ടേ. ബൗളിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ബട്ടർ ഇട്ട് കൊടുക്കാവേ. ബട്ടറും മിൽക്ക് മെയ്ഡും ആണിതിന് വേണ്ടതേ. ബട്ടർ ഞാൻ ഒരു പകുതി ഭാഗം ഇട്ട് കൊടുക്കുന്നുള്ളേ. കുറച്ച് നമുക്ക് ബണ്ണൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ടും ഇച്ചിരി ബട്ടർ വേണം. കയ്യിലേക്ക് അടുത്തത് നമുക്ക് മിൽക്ക് മെയ്ഡ്, ബട്ടറിനകത്തോട്ട് മിൽക്ക് മെയ്ഡ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇച്ചിരി വാനില എസൻസ് 2 ഡ്രോപ്സ് മതിയേ. നല്ലതുപോലെ എന്നിട്ട് ഇത് മിക്സ് ചെയ്യണം. നല്ല ക്രീം പോലെ ഇരിക്കണേ, ക്രീമി പരുവമാണ്. നമ്മളിതെല്ലാം മിക്സ് ചെയ്തിട്ടുണ്ടേ. അടുത്ത് നമുക്ക് മസ്കാബണിൻ്റെ കൂടെ മെയിൻ ഐറ്റം അല്ലേ ഇറാനി ചായ. നമുക്കതുകൊണ്ട് ട്രൈ ചെയ്ത് നോക്കാം. അതിനടുപ്പത്ത് നമ്മൾ വെള്ളം വെച്ചു. എൻ്റെ കയ്യിൽ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല കേട്ടോ, ഞാൻ ഏലക്ക മാത്രമേ ഇടുന്നുള്ളൂ, മസാലക്കൂട്ടൊന്നുമില്ല. ഏലക്ക നമുക്കിട്ട് കൊടുക്കാവേ. വെള്ളം ചൂടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം നമുക്ക് തേയിലപ്പൊടി നല്ല കടുപ്പത്തിലിരിക്കണം. ഇതേ തേയിലപ്പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതൊന്ന് തിളയ്ക്കട്ടെ. നമ്മുടെ തേയില വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. ഞാൻ പാലൊക്കെ തിളപ്പിച്ച് വെച്ചേക്കുമായിരുന്നേ. ഇനി നമുക്കതിനകത്തോട്ട് നമ്മുടെ മിൽക്ക് മെയ്ഡ് കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അത് ആവശ്യത്തിന് ഒഴിച്ചോണേ, മധുരത്തിനനുസരിച്ചുള്ള മിൽക്ക് മെയ്ഡ് ഒഴിച്ചോണം. എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണേ. ഇനി നമുക്ക് ബണ്ണൊന്ന് ചൂടാക്കാം. അതിന് പാൻ വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ബട്ടർ കൂടി ഇട്ട് കൊടുക്കാവേ. ബട്ടറൊക്കെ ഉരുകി വരാൻ തുടങ്ങി. നമുക്ക് അതിനകത്തോട്ട് നമുക്ക് ബണ്ണ് ഓരോന്ന് വീതം വെച്ച് കൊടുക്കാം. എന്നിട്ട് 2 സൈഡും മുറിച്ചെടുക്കണേ. നമുക്കൊരു കവറിനകത്ത് 4 ബണ്ണാണ് കിട്ടിയത്. 2 സൈഡും നമുക്ക് മുറിച്ചെടുക്കാം. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കി കാണുമല്ലേ. ഒരു സൈഡ് മുരിഞ്ഞിട്ടുണ്ടേ, നമുക്ക് തിരിച്ചിട്ട് അടുത്ത സൈഡൂടെ മുറിക്കാം. നമ്മുടെ ബണ്ണൊക്കെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കതിനെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാവേ. എന്നിട്ട് നമുക്കത് കട്ട് ചെയ്യും. നടുഭാഗം കട്ട് ചെയ്തിട്ട് നമുക്ക് ക്രീം തേച്ച് കൊടുക്കാം. ക്രീം നല്ല ആവശ്യത്തിന് തേച്ചോണേ, എന്നാലേ അതിൻ്റെ ടേസ്റ്റ് അറിയത്തുള്ളൂ. പുറമേ എല്ലാം തേച്ച് വിട്ടോണം.
നമുക്ക് ഇതിവിടെ എല്ലാത്തിലും ഞാൻ തേച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാലൊന്ന് നോക്കിയിട്ട് വരാം. നമ്മുടെ ചായ പാലൊഴിച്ച് എടുത്ത് വെച്ചേക്കുന്നതിന് നമുക്ക് നമ്മുടെ കടും ചായ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ അങ്ങനെ ഇറാനി ചായയും റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അതൊരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു വെക്കാം. അങ്ങനെ നമ്മുടെ ഇറാനി ചായയും റെഡിയായി. മസ്ക ബണ്ണും ഇറാനി ചായയും ഇവിടെ റെഡി ആയിട്ടുണ്ടേ. കുട്ടികൾക്ക് കൊടുക്കട്ടെ. ഓക്കെ, ബായ്.